ഗുഡ് ആഫ്റ്റർനൂൺ, നമസ്കാരം. ഞാൻ റഹ്മാൻ മുണ്ടോടൻ. ഞാൻ മലപ്പുറം നിലമ്പൂരിൽ നിന്നാണ് വരുന്നത്. ഞാനിപ്പോൾ ഉള്ളത് തൃശ്ശൂർ നമ്മുടെ സാഗർ ഭവനിലാണുള്ളത്. നമ്മുടെ അച്ഛൻ്റെ സാഗർ ഭവനിൻ്റെ അച്ഛൻ താമസിക്കുന്ന വീട്ടിലാണ് ഇപ്പോൾ ഉള്ളത്. അച്ഛൻ്റെ പേര് ഫാദർ സോളമൻ, റവറൻ ഫാദർ സോളമൻ കടമ്പാട്ടുപറമ്പ്. ഞാനിപ്പോൾ ഇത് പറയാനുള്ള കാരണം എന്ന് വെച്ചാൽ, ഞാൻ സ്വിമ്മിങ്ങിൽ എനിക്ക് ഒരു ലെവലിലേക്ക് എത്താൻ വേണ്ടിയിട്ട് എനിക്ക് വഴി കാണിച്ചിരുന്ന ആളാണ് അച്ഛൻ. അതിലേക്ക് മാത്രമല്ല, എൻ്റെ ജീവിതത്തിൽ കൊറോണയ്ക്ക് ശേഷമുള്ള എല്ലാ കാര്യത്തിലും അച്ഛൻ്റെ ഒരു ഇടപെടൽ എന്ന് വെച്ചാൽ, എനിക്കെന്തെങ്കിലും സംശയം ഞാൻ അച്ഛനെ വിളിക്കും, നീ നട്ടപ്പാതിരെ കുറിച്ചാലും അച്ഛനെ അതിന് മറുപടി തരും. അങ്ങനെ പല ഒരു രീതിയിലുള്ള അടുത്തൊരു ബന്ധം അച്ഛനോട് പുലർത്തുന്നത്. അപ്പോൾ ഞാനിപ്പോൾ അവസാനമായിട്ട് പാൻ ഇന്ത്യ സ്വിമ്മിങ്ങിൽ ഹൈദരാബാദിൽ പോയി 2 സ്വർണ്ണം മേടിച്ചു വന്നു. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷത്തിന് അച്ഛനെ ഒരു ഷോ അടിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഞാൻ തൃശ്ശൂർ എത്തിയിട്ടുള്ളത്. 3 വർഷങ്ങൾക്ക് മുമ്പ് ഇരിങ്ങാലക്കുട സെൻറ്റ് ക്രൈസ്റ്റ് കോളേജിൽ വെച്ചിട്ടുള്ള സെൻറ്റ് ക്രൈസ്റ്റ് കോളേജിൽ വെച്ചിട്ട് നടന്നുള്ള സ്പോർട്സിൽ, ആ സമയത്താണ് ആദ്യമായിട്ട് ഞാൻ ഈ മേഖലയിലേക്ക് വരുന്നത്. അച്ഛനെ കൈ പിടിച്ച് തന്നെ വന്നിട്ടുണ്ടായിരുന്നു. അന്ന് ജാവലിൻ ത്രോയിൽ ഫസ്റ്റും പിന്നെ ഡിസ്കസ് ത്രോയിൽ സെക്കൻഡും നേടാൻ സാധിച്ചു. സ്റ്റേറ്റ് ലെവലിൽ. നാഷണലിൽ പോകാൻ പറ്റിയില്ല. അതിനുശേഷം സ്വിമ്മിങ്ങിലേക്ക് വന്നു. സ്റ്റേറ്റിൽ കഴിഞ്ഞു. നാഷണലിലേക്ക് പോകുമ്പോൾ അച്ഛനുണ്ടായിരുന്നു കൂടെ. ഞങ്ങൾ തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിൽ ആണ് ഗംഭീര യാത്രയപ്പോഴുകൂടി ഇവിടുന്ന് പോയി. അവിടെ 2 ദിവസം നിന്നു, പരിപാടിയിൽ പങ്കെടുത്തു. തിരിച്ച് അച്ഛൻ്റെ കൂടെ തിരിച്ച് എത്തി. ഈ യാത്രക്കിടയിൽ നമ്മളൊരു വ്യക്തിയെ മനസ്സിലാക്കുന്ന പറഞ്ഞാൽ, ഞങ്ങളെ ഇസ്ലാമിലെ ഖുർആനിലുണ്ട് പറയുന്ന ഒരു വ്യക്തി, നമുക്ക് ഒരാളെ മനസ്സിലാക്കി ഒന്നുകിൽ ആ വ്യക്തിയുടെ കൂടെ കൂടുതൽ ദൂരം യാത്ര ചെയ്യുക, അല്ലെങ്കിൽ ആൾക്ക് കുറച്ച് കാശ് കടം കൊടുക്കുക. അപ്പം ഈ യാത്ര ചെയ്യുന്ന സമയത്ത് അച്ഛനും നമ്മളെ കാര്യങ്ങൾ പറയുന്നത് ഒരു കൂടുതൽ ദൂരം യാത്ര ചെയ്യുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും നമ്മളെ വീഴ്ചകളും മറ്റുള്ളവരുടെ കാര്യങ്ങളും. ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഇത്രേ പറയാനുള്ളൂ. ഞാനിപ്പോൾ നിലമ്പൂരിൽ നിന്ന് ഇത്രയും ദൂരം വരണമെന്നുണ്ടെങ്കിൽ ഈ അച്ഛനോടുള്ള എനിക്കുള്ള ഒരു കടപ്പാട്, ഒരു ഇഷ്ടം, അത് പ്രകടിപ്പിച്ച ബെസ്റ്റ് ഉദ്ദേശത്തിലാണ് ഞാൻ ഇത്രയും ദൂരം വന്നിട്ടുള്ളത്. താങ്ക് യു. ഓക്കെ, താങ്ക് യു. ഈ 2 വാക്ക് അച്ഛന് സംസാരിക്കും. പ്രിയപ്പെട്ടവര്, ഇന്ന് വലിയ സന്തോഷം എനിക്ക് അനുഭവപ്പെടുകയാണ്. ഒരു വ്യക്തി നേടിയതിന്റെ അംഗീകാരം എന്നോടാണ് എനിക്ക് ഇന്ന് ഇവിടെ ഷോൾ അണിഞ്ഞ് ഇവിടെ നിങ്ങളുടെ മുമ്പിലായിരിക്കാനായിട്ട് സാധിച്ചത്. റഹ്മാൻ ഒരു വർഷങ്ങൾക്ക് മുമ്പ്, അതിന് മുമ്പേ നേരത്തെ വന്നിട്ടുണ്ടായിരുന്നു, എങ്കിലും ഒരു വർഷങ്ങൾക്ക് മുമ്പ് നീന്തൽ പഠിക്കണമെന്നൊരു ആഗ്രഹം പറയുകയുണ്ടായിരുന്നു. അങ്ങനെ നീന്തൽ പഠിപ്പിച്ചു. അദ്ദേഹം മനക്കരുത്തോട് കൂടിയിട്ട്, ആത്മധൈര്യത്തോട് കൂടിയിട്ട് തന്നെ നീന്തൽ പഠിക്കാൻ തയ്യാറായി. തുടർന്ന് സ്റ്റേറ്റ് ലെവൽ കോമ്പറ്റീഷനിലും നാഷണൽ ലെവൽ കോമ്പറ്റീഷനിലും പങ്കെടുത്തു. എങ്കിലും ആദ്യത്തെ ഒരു എഫർട്ടായിരുന്നു. പങ്കെടുത്തുവെങ്കിലും നേടാനൊന്നും സാധിച്ചില്ലെങ്കിലും ആ പോയ പോക്കിന്റെ ഒരു വലിയൊരു എന്താ പറയാ എഫർട്ടാണ്, അല്ലെങ്കിൽ ഒരു പരിശ്രമത്തിന്റെ ഫലമായിട്ട് അദ്ദേഹം പല സ്ഥലങ്ങളിലും പല പ്രോഗ്രാമുകളിലും മുന്നിലേക്ക് വരാനായിട്ട് സാധിച്ചു എന്നുള്ളതാണ്. നമ്മുടെ എല്ലാവരുടെയും ലക്ഷ്യമായിട്ട് ഇരിക്കുന്നത് പാർശ്വവൽക്കരിക്കപ്പെടുന്നവരെയും അവഗണിക്കപ്പെടുന്നവരെയും മുഖ്യധാരയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. അവർ പരിശ്രമിച്ചാൽ നേടുമെന്നുള്ളത് ഉറപ്പാണ്. അപ്പൊ ആ ഈ പരിശ്രമത്തിന്റെ ഒരു ഫലമാണ് കഴിഞ്ഞ ഒരു മാരത്തോൺ, അല്ലെ റഹ്മാൻ, മാരത്തോൺ എന്നുള്ള ഒരു കോമ്പറ്റീഷനിൽ പങ്കെടുത്തത്. 5 കിലോമീറ്റർ, കാലില്ലാത്ത ഒരു വ്യക്തി 5 കിലോമീറ്റർ നടന്ന് നേടിയപ്പോൾ അത് മറ്റുള്ളവർക്ക് വലിയൊരു ആവേശമായി മാറുക എന്നുള്ളതാണ്. ഈ ആവേശമാണ് അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു പ്രേരണ കിട്ടിയത്. അച്ഛനെ അഭിനന്ദിക്കണം എന്നുള്ളൊരു കാരണത്തിലേക്ക് എത്തിച്ചേർന്നത്. ഇന്ന് അദ്ദേഹം തന്റെ നാട്ടില് ഭിന്നശേഷിക്കാരുടെ ഇടയിൽ എന്നല്ല, മറ്റെല്ലാവരുടെ ഇടയിലും ഒരു സെലിബ്രിറ്റി ആയി മാറിക്കൊണ്ടിരിക്കുകയാണ്. ആയി കഴിഞ്ഞു എന്ന് വേണമെങ്കിൽ പറയാം. എങ്കിലും ആ ഒരു സന്തോഷം കുടുംബത്തിന്റെ ഭാര്യയോടും മക്കളോടൊപ്പം ഇന്ന് സെലിബ്രേറ്റ് ചെയ്യാനായിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. ആ ഒരു സന്തോഷം പങ്കുവെക്കാനായിട്ട്. അപ്പോൾ നമ്മുടെ ജീവിതത്തിലും ആവശ്യമായിട്ടുള്ളത് ഇത്രയേ ഉള്ളൂ. നമ്മൾ ആഗ്രഹിക്കുക, പരിശ്രമിക്കുക, നമ്മൾ തമ്പുരാന് വിട്ടുകൊടുക്കുക, നേടാനായിട്ട് സാധിക്കും. അതാണ് ദൈവം ആഗ്രഹിക്കുന്നതും മറ്റുള്ളവരും കാണാനായിട്ട് ആഗ്രഹിക്കുന്നത്. അതിനായിട്ട് സാധിക്കട്ടെ. റഹ്മാന് ഇന്നേ ദിവസം എന്നെ ആദരിക്കലല്ല, അതുകൊണ്ട് ഞാൻ ഈ ഷോള് റഹ്മാന് നൽകിക്കൊണ്ട് റഹ്മാനെ ആദരിക്കാൻ പോവാണ്. ഇത്ര നല്ല മനസ്സിന് വേണ്ടിയിട്ട് റഹ്മാനെ ഞാൻ ആദരിക്കുകയാണ്. അപ്പോ എല്ലാവരുടെയും മുമ്പിൽ റഹ്മാനെ ആദരിക്കുന്നു. ഓക്കെ, അപ്പൊ റഹ്മാന്റെ എല്ലാവിധ ഭാവങ്ങളും ഒരു നല്ല സെലിബ്രിറ്റി ആയിട്ട് മറ്റുള്ളവർക്ക് നന്മ ചെയ്യുന്ന വ്യക്തിയായിട്ട് മാറട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. താങ്ക് യു. ഈ പ്രോഗ്രാം നിങ്ങൾക്ക് ഇഷ്ടമായാൽ വീഡിയോ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ഞങ്ങളുടെ ഏറ്റവും പുതിയ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭ്യമാകുവാൻ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യൂ. താങ്ക് യു ഫോർ വാച്ചിങ്.